ആരോപണം നേരിടുന്ന ADGP MR അജിത് കുമാറിനെ മാറ്റി നിർത്തിക്കൊണ്ടുള്ള സമഗ്ര അന്വേഷണമാണ് CPIയുടെ ആവശ്യം. ഇന്ന് ചേരുന്ന CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് ഈ വിഷയം ചർച്ച ചെയ്യും. നാളെയാണ് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം. CPM സംസ്ഥാന കമ്മിറ്റി അംഗവും മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറിയുമായ P. ശശിക്കെതിരെ PV അൻവർ MLA പാർട്ടി സെക്രട്ടറിക്ക് നൽകിയ പരാതിയായിരിക്കും പ്രധാന ചർച്ചാ വിഷയം. വിവരങ്ങളുമായി അഖിൽ പാലോട്ടുമടം ചേരുകയാണ്. അഖിൽ, കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഏറ്റവും കൂടുതൽ കത്തി നിൽക്കുന്ന ഒരു വിഷയം തന്നെയാണ് ഇന്ന് CPI ചർച്ച ചെയ്യുക എന്ന് തന്നെയാണ്. കാരണം ഇനിയും ഈ വിഷയത്തിലൊരു ചർച്ച ഉണ്ടായില്ലെങ്കിൽ, അല്ലെങ്കിൽ പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഒരു മുൻകരുതൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ മുന്നോട്ട് വന്നില്ല എങ്കിൽ പ്രശ്നം രൂക്ഷമാകുമെന്നുള്ള സാഹചര്യത്തിൽ തന്നെയല്ലേ ഇന്ന് ഈ യോഗം ചേരുന്നത്? ദേവിക, പ്രദീപ് സർ, ഗുഡ് മോർണിംഗ്. CPIയെ സംബന്ധിച്ചിടത്തോളം ഒരു തിരുത്തൽ ശക്തിയായി LDFൽ എല്ലാ കാലത്തും പ്രവർത്തിച്ച ഒരു സംഘടനയാണ് CPI എന്ന് പറയുന്നത്. അത് വെളിയം ഭാർഗവന്റെ കാലത്തായാലും ചടയം ഗോവിന്ദന്റെ കാലത്തായാലും അതിനുശേഷം ഇങ്ങോട്ട് എല്ലാ സെക്രട്ടറിമാരുടെ കാലത്തായാലും അതൊരു LDFനകത്തെ തിരുത്തൽ ശക്തിയായി നിന്ന ഒരു പാർട്ടിയാണ് CPI എന്ന് പറയുന്നത്. പക്ഷെ അതിൽ ഏറ്റവും കൂടുതൽ വിമർശനം കേട്ടത് ഒന്നാം പിണറായി സർക്കാരിന്റെ കാലത്ത് കാനം രാജേന്ദ്രൻ CPIയുടെ സംസ്ഥാന സെക്രട്ടറി ആയിരിക്കുന്ന സമയത്താണ്. ചില കാര്യങ്ങളിൽ പിണറായിയോടൊപ്പം അഡ്ജസ്റ്റ് ചെയ്തു പോയി എന്ന വലിയ വിമർശനം കേൾക്കേണ്ടി വന്നു. പക്ഷെ ഇപ്പോൾ ആദ്യം തന്നെ ഇതിലൊരു പ്രതികരണം നടത്തിയിരിക്കുന്നത് CPIയുടെ സംസ്ഥാന സെക്രട്ടറിയായ ബിനോയ് വിശ്വമാണ്. അദ്ദേഹം പറഞ്ഞത് ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു കുറ്റവാരോപിതരായ ഉന്നതർ ഉണ്ട് എങ്കിൽ അത് നടപടിയെടുക്കുക എന്നുള്ളത് സർക്കാരിന്റെ ഉത്തരവാദിത്തമാണ് എന്നതാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം ഈ സംഭവം ഉണ്ടാകുമ്പോൾ തന്നെ ആദ്യ പ്രതികരണം ഉണ്ടാകുന്നത്. ADGPയെ മാറ്റി നിർത്തിക്കൊണ്ട് ഇടത് MLA തന്നെ ഉന്നയിച്ച ആരോപണങ്ങൾ അത് അദ്ദേഹം ഇന്നലെയും കൂടി സൂചിപ്പിച്ചതാണ്. അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ ഗൗരവമുള്ളതാണ്. അത് മുഖവിലക്കെടുത്ത് ചർച്ച ചെയ്ത് പാർട്ടി പരിശോധിക്കേണ്ടവ പാർട്ടിയും സർക്കാരും പരിശോധിക്കേണ്ട കാര്യം തന്നെയാണ് എന്ന് ഇന്നലെ തന്നെ CPIയുടെ സംസ്ഥാന സെക്രട്ടറി വ്യക്തമാക്കിയതാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഇന്ന് CPIയുടെ സംസ്ഥാന കൗൺസിൽ യോഗം ചേരുന്നത്. ഇതിൽ പ്രധാനമായും സർക്കാരിനെതിരെ ഉയർന്നു വരുന്ന ഇത്തരത്തിലുള്ള ആരോപണങ്ങൾ, ആഭ്യന്തര വകുപ്പിന്റെ പ്രശ്നങ്ങളൊക്കെ തന്നെ ചർച്ച ചെയ്യാനുള്ള ഒരു സാഹചര്യമുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ അൻവർ ഉന്നയിച്ച തൃശൂർ പൂരവുമായി ബന്ധപ്പെട്ട് ADGP MR അജിത് കുമാറാണ് അതിൽ ഏറ്റവും കൂടുതൽ പ്രശ്നമുണ്ടാക്കിയതെന്ന അവിടുത്തെ സ്ഥാനാർത്ഥിയും CPIയുടെ ദേശീയ കൗൺസിൽ അംഗവും മുൻ മന്ത്രിയുമായ VS സുനിൽകുമാറിന്റെ ആരോപണം കൂടി CPI സംസ്ഥാന കൗൺസിലിൽ ചർച്ചയായേക്കാം എന്നതാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇന്ന് CPIയുടെ സംസ്ഥാന കൗൺസിൽ യോഗം ചേർന്ന് ഈ കാര്യങ്ങൾ വിശദമായി തന്നെ ചർച്ചയുണ്ടാകും എന്നതാണ് നമുക്ക് മനസ്സിലാകുന്നത്. നാളെ CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗവും P. ശശിക്കെതിരെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ വകുപ്പിനെതിരെയും മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരെയും ഉയരുന്ന ആരോപണങ്ങളിൽ ഈ അൻവർ MLA നൽകിയ പരാതിയിൽ പാർട്ടി ചർച്ച ചെയ്യും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. നാളെ ചേരുന്ന CPMന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിലും അൻവർ നൽകിയ പരാതി തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയമായി, അൻവയുയർത്തിയ ആരോപണങ്ങൾ തന്നെയാണ് പ്രധാന ചർച്ചാ വിഷയമായി പോകുന്നത്. ഈ ഘട്ടത്തിലാണ് ഈ CPIയുടെയും CPMന്റെയും യോഗങ്ങൾ ചേരുന്നത്. വരും ദിവസങ്ങളിൽ പുതിയ LDF കൺവീനറായി TP രാമകൃഷ്ണൻ ചുമതലയേറ്റതിന് പിന്നാലെയുള്ള ആദ്യ LDF യോഗവും ചേരാനിരിക്കുന്നുണ്ട്. അതിൽ അവർ പറയുന്നത് വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പ് പാലക്കാടും ചേലക്കരയും അതുപോലെ തന്നെ വയനാടും അടക്കമുള്ള മണ്ഡലങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടിട്ടുള്ള സ്ഥാനാർത്ഥി നിർണയം അടക്കം ചർച്ചകൾ നടത്തുന്നുണ്ട്. അതിലൊരു 2 സീറ്റുകളിൽ CPMും ഒരു സീറ്റിൽ പാർലമെന്റ് സീറ്റിൽ CPIയുമാണ് മത്സരിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ചർച്ചകൾക്ക് വേണ്ടിയാണ് ചേരുന്നത് എങ്കിൽ പോലും CPIക്കും അതുപോലെ തന്നെ NCPക്കും ഒക്കെയുള്ള അതൃപ്തി, സർക്കാരിനും ആഭ്യന്തര വകുപ്പിനുമെതിരെയുള്ള അതൃപ്തിയെല്ലാം തന്നെ ആ യോഗത്തിൽ അറിയിക്കും എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും CPIയുടെ സംസ്ഥാന കൗൺസിൽ യോഗം ഇന്ന് രാവിലെ 10 മണിക്ക് ഞാൻ നിൽക്കുന്ന PS സ്മാരകത്തിൽ ചേരുന്നുണ്ടാകും. ആ യോഗത്തിൽ എന്തായാലും സർക്കാരിനെതിരെ ഇപ്പോൾ ഉയർന്നു വന്നിട്ടുള്ള ആരോപണങ്ങളിൽ പാർട്ടി അന്വേഷിക്കേണ്ട കാര്യങ്ങൾക്കും അപ്പുറത്ത് ഉള്ള സർക്കാർ അന്വേഷണവും അതുപോലെ തന്നെ ഈ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P. ശശിക്കെതിരെ ഉയർന്നു വരുന്ന ആരോപണങ്ങളിലുമെല്ലാം തന്നെ ഉചിതമായ ഒരു നടപടി ഉണ്ടാകണമെന്ന CPIയുടെ ആവശ്യമായിരിക്കും ഇന്നും CPIയുടെ സംസ്ഥാന കൗൺസിൽ യോഗത്തിൽ വ്യക്തമായും ഒരു ചർച്ചയാവുക. ദേവിക. യെസ്, തന്നെയാണ് പ്രതിഭ. കഴിഞ്ഞ ദിവസം PV അൻവർ MLAയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായ ചില നാവുപിഴകൾ കൂടി അദ്ദേഹത്തെ വെട്ടിലാക്കുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു. എൻ്റെ ഒപ്പം ദൈവം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ അല്ലെങ്കിൽ ഉള്ളൂ എന്ന് PV അൻവർ MLA പറയുമ്പോൾ ഒരു ഇടത് നേതാവിൻ്റെ ഭാഗത്ത് നിന്നാണ് ഇത്തരത്തിലൊരു പരാമർശം വരുന്നത് എന്നുള്ള കാര്യം ഓർക്കണം. അതോടൊപ്പം തന്നെ വലിയ വലിയ വെളിപ്പെടുത്തലുകൾ ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള രേഖകൾ ഇനി വരുന്ന മണിക്കൂറുകളിൽ അദ്ദേഹം തന്നെ പങ്കുവയ്ക്കുമെന്നും പറഞ്ഞിട്ട് പോയതാണ്. ഇതുവരെ ആ രേഖകളൊന്നും പുറത്തേക്ക് വന്നിട്ടില്ല. അതെ, PC ജോർജ് അടക്കമുള്ള BJP നേതാക്കൾ ഇതിനെതിരെ ശക്തമായി തന്നെ നിൽക്കുന്നുണ്ട് എന്നുകൂടി ഒരു
അവസരത്തിൽ പറയേണ്ടതുണ്ട്.